നായന്മാരെ കുറിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഈ ഒരാൾ സ്വർഗം കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഈ മുസ്ലിങ്ങളെ മുഴുവൻ ചങ്ങലയിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് വലിയൊരു കുറ്റിയിലടിച്ചിരിക്കുക. ക്രിസ്ത്യാനികളെ ഇതുപോലെ ചങ്ങലയിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഒരു കുറ്റിയിലടിച്ചിട്ടിരിക്കുക. അങ്ങനെ ഓരോ സമുദായങ്ങളെ ഇങ്ങനെ ചങ്ങല കെട്ടി ഇടിച്ചിരിക്കുക. നായന്മാരെ മാത്രം ഒരു തെങ്ങും കുഴി വെറുതെ ഇട്ടിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ ഈ ചെന്ന ആള് മറ്റേ ദേവേന്ദ്രനോട് ചോദിച്ചു, ഇതൊരു മര്യാദകേടായിപ്പോയി. കാര്യം ഇവന്മാർ നാട്ടിലും ഭയങ്കര ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് അധികാരങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പം ഇവരെ ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് മോശമായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും ആനുകൂല്യം കൊടുത്തതൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തൻ ആ തെങ്ങയെ കൂടെ വലിഞ്ഞേറി രക്ഷപ്പെടാൻ നോക്കിയാൽ മറ്റവൻ കാലെ വലിച്ച് താഴെയിട്ടുള്ളത് എപ്പം നോക്കിയാലും എണ്ണം കൃത്യമായിരിക്കും. അതുകൊണ്ട് ചങ്ങലയുടെയും കുറ്റിയുടെ കാശ് കളയേണ്ടെന്നോർത്ത് മാത്രമാണ് അവരത്തേക്ക് കുഴിയിട്ടത്. ഗണേശേട്ടൻ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. നമ്മൾ പരസ്പരം കാല് വലിക്കാതെ ഇപ്പോൾ ഒരു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഈ ചങ്ങനാശ്ശേരി പോയാൽ പിന്നൊരുത്തിനും അങ്ങോട്ട് പോകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതൊരു 3-4 വർഷം മുമ്പാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വണ്ടിയെ കയറി. എവിടെ പോകണം? അല്ല ചുമ്മാ. ഞാൻ തിരുവല്ലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം കയറി ചങ്ങനാശ്ശേരിയൊക്കെ അടുത്തായപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ഞാനിതിനെ കയറുന്നത് എനിക്കൊരു താല്പര്യമില്ലാത്തൊരു സ്ഥലമാണത്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അല്ല എങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന്, ഈ പുള്ളിക്ക് അവിടെ എന്നെ സഹായിക്കാനുണ്ട്. അങ്ങനെ ആ പുള്ളി എന്നെ ആനയായിട്ട് എൻ്റെ കൊമ്പയിലൊക്കെ പിടിച്ചുകൊണ്ട് ചെല്ലാമല്ലോ എന്ന്. അങ്ങനെ പുള്ളി അവിടെ ചെന്നു. ഉടനെ ഈ താഴത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ശിങ്കിഡീസ്. അപ്പോൾ ഇവരെല്ലാവരും പെട്ടെന്ന് എന്നെ കണ്ടുടനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാവരും വന്നു. അവിടെ വട്ടത്തിലിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ കഴിഞ്ഞ് പറഞ്ഞ്, ജനറൽ സെക്രട്ടറി അദ്ദേഹം മേലിലുണ്ട്, അനൂപ് ഒന്ന് കണ്ടിട്ട് പോകും, അദ്ദേഹത്തിന് വലിയ സന്തോഷമാവും. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാവശ്യമില്ല, എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇദ്ദേഹം വന്നതുകൊണ്ട് ഞാൻ. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞടാ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ആ കാണുന്ന കൂട്ടത്തിൽ ഇവൻ്റെ കാര്യം അവതരിപ്പിക്കാം. ശരി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മനസ്സോടെ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നു. അപ്പോൾ മേളിലൊരു കിങ്കരൻ മുറിയുടെ പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം ചേട്ടാ എന്നോട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു, ഇതേതാ സിനിമ എന്നൊക്കെ ചോദിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഇവൻ നേരെ അകത്തേക്ക് പോയി. ഒരു ക്ലിങ് അടിച്ചപ്പോഴത്തേക്ക് ഇവൻ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയി കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഈ കിങ്കരൻ വന്നത്. കിങ്കരൻ വന്നിച്ച് പറഞ്ഞു, അദ്ദേഹം ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ ഏതായാലും വന്നതല്ലേ, ഇനി അവൻ്റെ എന്തെങ്കിലും കാര്യം നടന്നോട്ടെ. ഞാനും പുറത്തിരുന്നു. ഒരു 3/4 മണിക്കൂർ എടുത്തൊരു ഊണുമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കിങ്കരൻ വന്ന് പറയണത്, ഇനി അദ്ദേഹം ഉറങ്ങാൻ പോവുകയാണ്, 5 മണിക്ക് ശേഷം കാണാൻ പറ്റുള്ളൂ. ആ സമുദായ അംഗമായിട്ടുള്ള ഒരു നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനായ അനൂപ് ചന്ദ്രനെ പോലത്തെ ഒരു മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ നേതാവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയാണല്ലോ പെരുമാറിയത് എന്നോർത്ത് ഞാൻ ഡോറ് തുറന്നു വെച്ച് നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, ഞാൻ വേറൊരു വഴിക്ക് പോയതാണ്. എൻ്റെ ഗതികേട് കൊണ്ട് ഇങ്ങനെ വരേണ്ടി വന്നു. ചില കൊള്ളില്ലാത്ത കാര്യം, ചില കൊള്ളാത്ത സാഹചര്യത്തൊക്കെ നമ്മൾ ചെന്ന് പെടുമല്ലോ. അങ്ങനെ വന്നതാണെന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ചേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം വന്നു. അപ്പൊ ഞാൻ അതും കഴിഞ്ഞ് സുരേഷ് ഗോപി ചേട്ടനെ ഇറക്കി വിട്ടു. അത് ഭയങ്കര വിവാദമായി. അതിൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അമ്മ അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗം നടക്കുന്നു. സിനിമാ നടന്മാരോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും അയ്യോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വളരെ ഭവ്യമായിട്ടൊക്കെ കയറിപ്പോകുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. കിട്ടിയ നല്ല അവസരമാണ്. ഞാൻ അപ്പം തന്നെ എടുത്ത് പറഞ്ഞു, സർവ്വനായരുടെയും ഗുണകവും പിഴിഞ്ഞ് കുടിച്ച് ഇനിയും ബാക്കി അവനിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അതും കൂടെ മേടിച്ച് തിന്നാനായിട്ട് അച്ചുവിടാണോ അയാളുടെ ചങ്ങനാശ്ശേരി എന്നൊരു ചോദ്യം ഞാൻ അവിടെ വെച്ച് ചോദിച്ചു.
പിറ്റേ ദിവസം മുതൽ നാട് മുഴുവനുള്ള നായന്മാരുടെ ഊമക്കത്തുകൾ എനിക്ക് വരികയാണ്. അഡ്രസ്സില്ല. അയ്യോ ഇയാൾ അവിടുത്തെ കോളേജ് വിറ്റു, ഇവിടെ കൊണ്ടുവരുന്നത് 12 ഏക്കർ സ്ഥലം വിറ്റു, അയ്യോ അവിടെ ഉണ്ടായിരുന്ന ഒരു മണ്ണ് ഞാൻ ചേർത്തല NS കോളേജിലാണ് പഠിച്ചത്. NSS കോളേജിലെ മുഴുവൻ മണൽക്കൂനകളായിരുന്നു, മൊത്തം വിറ്റു. ഇപ്പൊ അവിടെ 1400 പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്നിടത്ത് കഴിഞ്ഞ വർഷത്തെ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ 230 പേരേ ഉള്ളൂ. വലിയ താമസമില്ലാതെ അതും പൂട്ടും. അങ്ങനെ പൂട്ടി ഓരോന്ന് വരികയാണ്. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ വിവാഹം വരുന്നത്. അപ്പോൾ ഞാൻ ചെന്നൊരു പെൺകുട്ടിയെ കണ്ടു. ഒരു കർഷകയാണ്. അത് അത്യാവശ്യം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസമുണ്ട്, PG ഒക്കെ വിദ്യാഭ്യാസമുണ്ട്. അപ്പം ഇതിനെ കൂടെ ബഹുമാനിക്കുന്ന ഒരാളായിപ്പോയി നിന്ന മനസ്സിൽ പെട്ടെന്നൊരാഗ്രഹം കെട്ടിയേക്കാം എന്നുള്ളൊരു ആലോചന വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഏട്ടൻ പറഞ്ഞു, ഇവളുടെ അച്ഛൻ ഇവിടുത്തെ NSSൻ്റെ ഒരു കരയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ കരയോഗം സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കല്യാണം അലസിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയാം, നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ NSS കരയോഗത്തിന് ഞങ്ങളുടെ 786 ശാഖയിൽ കൊണ്ടൊരു കരയോഗത്തിൽ കൊണ്ടുവന്നൊരു അപേക്ഷ കൊടുത്തു. ഉടനെ ഞങ്ങളുടെ കരയോഗക്കാർ നേരെ കേന്ദ്രത്തിൽ തമ്പുരാനെ വിളിച്ചു. ഇങ്ങനെ അനൂപേന്ദ്രൻ്റെ കല്യാണമാണ്, നമുക്കിങ്ങനെ നമ്മൾ ഈ ഒരു അപേക്ഷ ചേട്ടൻ കൊണ്ട് തന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി എന്നെ ഭയങ്കരമായി ചിരിപ്പിച്ചു. അവന് പറ്റുമെങ്കിൽ ഒരു പെണ്ണിനെ കൂടെ കെട്ടിക്കൊടുക്കാൻ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അവനെ ഒരെണ്ണത്തിനെ കൂടെ കെട്ടിച്ചു കൊടുക്ക്, അതോടുകൂടെ അവൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഞാൻ പണ്ട് SFI രംഗത്ത് സജീവമായിരിക്കുന്ന സമയത്ത് പന്തളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ സഹോദരിക്കൊരു അഡ്മിഷൻ വേണം. അങ്ങനെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പന്തളത്ത് ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് കരയോഗത്തിൽ ചെന്ന് ഒരു കത്തുമൊക്കെ മേടിച്ചു. പന്തളം NS കോളേജ്. അപ്പോൾ കടമ്പനിട്ട സാറുമായിട്ട് ഞാൻ നല്ല സൗഹൃദമായിരുന്നുകൊണ്ട് ഞാൻ മിക്കവാറും സാറിനെ കാണാൻ കോളേജിൽ പോയിരുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ആ വശങ്ങളെല്ലാം നന്നായി അറിയാവുന്നതുകൊണ്ടും ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു കത്തുമൊക്കെ മേടിച്ച് നേരെ ചങ്ങനാശ്ശേരി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പോയിരുന്നില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിയിട്ടും ഞാൻ ദൂരെ നിന്ന് ആക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ അവിടെ നിന്ന് ഒരു കാറിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. ചെന്ന് പുലഭ്യമാണ് അവനെ പറയും. ശിവൻകുട്ടി, അവനാരാ? ശവൻകുട്ടിയോ? ഏത് ശിവൻ? ഒരു മോക്ഷം ചീത്ത പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. കരയോഗാംഗമാണ്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വളരെ പ്രിയങ്കരനെ വേറൊരു സുഹൃത്ത് ഒരു പയ്യൻ വന്നു. അവനോടത്തെ KSUവിൻ്റെ വലിയ നേതാവാണ്. അതിന് അഡ്മിഷൻ വേണം. ഞാൻ പറഞ്ഞു വേണം, അത്യാവശ്യമാണ്, ആ പെൺകുട്ടിക്ക് മേടിച്ചു കൊടുക്കണം. എങ്കിലൊരാളുടെ ഒരു കത്തൊന്നും വേണ്ട, നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞ് പുള്ളി മേടിച്ചു തരുമെന്ന് പറഞ്ഞു. PJ കുര്യൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. ആ പുള്ളി അവിടെ നിന്നുകൊണ്ട് നേരെ ഈ പന്തളം NS കോളേജിലെ പ്രിൻസിപ്പലിനെ നേരിട്ട് ഒറ്റ വിളിയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കും കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ പുല്ല് പോലെ അഡ്മിഷൻ തന്നു. റോൾ നമ്പർ വരെ എനിക്ക് ആ പെൺകുട്ടിയുടെ അറിയാം. പുല്ല് പോലെ അഡ്മിഷൻ തന്നു. പട്ടിയുടെ വില പോലും വെക്കാത്ത രീതിയിൽ അഡ്മിഷൻ തന്നു. ഒരു സമുദായത്തെ ഈ രീതിയിൽ നികൃഷ്ടമായ ഒന്ന് ആലോചിച്ച് നോക്കുക. ജയിലിൽ കിടക്കുന്ന നായന്മാരുടെ എണ്ണ എടുത്ത് നോക്കുക. സുകുമാരൻ നായർ അധികാരമേറ്റതിന് ശേഷം എത്ര നായന്മാർ ജയിലിൽ കിടപ്പുണ്ട്? അതിനു മുമ്പ് എത്ര പേരുണ്ടായിരുന്നു? സാംസ്കാരിക നായകന്മാരെന്നുള്ള വാക്ക് പിന്നെ ലോപിച്ച് ഞങ്ങളുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചിലർ പറയും സാംസ്കാരിക നായന്മാർ എന്ന് പറയുന്ന പോലെ. സാംസ്കാരിക നായന്മാരിൽ നിന്ന് ഒരു നേരത്തെ ഉപ്പിനും മുളകിനും ഒക്കെ വേണ്ടി പിടിച്ചു പറിക്കുന്ന നായന്മാരിലേക്ക് നായർ സമുദായം ഇത്രയും അധപ്പതിച്ചത് ഈ മനുഷ്യന്റെ കാലത്തല്ലേ? അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഊമക്കത്ത് പോലൊരു കോള്, ബ്രിഗേഡിയറിൻ്റെ ഒരു ഫോൺ കോൾ എനിക്ക് വരുന്നത്. അനൂപെ, ഞാനിങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു ചെയ്തോളുക, ഞാനുണ്ടാവും, ഞാൻ വരാം. അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഇത് ഗണേശേട്ടൻ പറഞ്ഞല്ലോ, ഇതൊരു പോരാട്ടമാണ്. ഒരു സമുദായം, അന്തസ്സായ ഒരു സമുദായം, അന്തസ്സായിട്ട് ജീവിക്കേണ്ട ഒരു സമുദായം, അന്തസ്സായിട്ട് നാടറിഞ്ഞ് ജീവിക്കേണ്ട ഒരു സമുദായം, ഇത്രയും നമ്മുടെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയെ ഇത്രയും നിലനിർത്തിയ ഒരു സമുദായം വേറെ ഏതാണുള്ളത്? എടുത്തു പറയാൻ ഏത് സമുദായമാണ്? അത്രമേൽ അറിവും പാണ്ഡിത്യവും സാമൂഹിക സാഹോദര്യവും ഒക്കെയുള്ള ഒരു സമുദായം. ഈ സമുദായത്തെ ഇങ്ങനെ അധപ്പതിപ്പിക്കാൻ
അനുവദിക്കരുത് എന്ന് മാത്രം നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം എന്താ പറയുക, നമ്മുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മാക്സിം ഗോർക്കിയുടെ റഷ്യൻ വിപ്ലവത്തിന് മാക്സിം ഗോർക്കി അമ്മ എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയതുപോലെ ഈ NSSന്റെ ഒരു നവീകരണത്തിനുള്ള ഒരു പോരാട്ടത്തിനുള്ള നമ്മളുടെ ഒരു പ്രൊപ്പഗാൻഡയായിട്ട് ഈ പുസ്തകം മാറണം. ഇത് നമ്മുടെ ഒരു വിളംബരമായി മാറണം എന്ന് മാത്രം നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നായർ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മാനവികത തിരിച്ചു പിടിക്കാൻ നമുക്കൊരു കാരണമാവണം. കാര്യം ഞാനിത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം NSSന്റെ ഒരു വീഴ്ച തുടങ്ങുന്നത് കിടങ്ങൂർ അദ്ദേഹം സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായി പോയപ്പോൾ മുതലാണ് ഇതിൻ്റെ ഒരു പതനം ആരംഭിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ചില ദുഷ്ട ചിന്തകൾ വേറെയും ചില ആൾക്കാരുടെ വശത്തു നിന്നുണ്ടായിരുന്നു. അന്ന് NSSന്റെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ശിവശങ്കര പണിക്കർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ അനിയനാണ്. ഏതെങ്കിലും ഒരു ബുദ്ധിമോശത്തിലായിരിക്കാം ഒരു പക്ഷേ അന്ന് അവരൊക്കെ അങ്ങനെ ആ സ്ഥാനങ്ങൾ ഇത്രയും പരിഭാവനമായിട്ട് സ്ഥാനം കളഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ജനറലായിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ടോ ഒക്കെ പോകാനുള്ള ഒരു ബുദ്ധിമോശം അവർക്ക് എന്തുകൊണ്ട് തോന്നി എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ആ ഒരു നല്ല വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട, മോനെ നീ കൊടുന്നു പോ എന്ന് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാനും കൂടെ ഈ ഒരു സമരത്തിൽ പങ്കാളിയാകാൻ വന്നത്. ഇത് ഗൗരവമായി ആലോചിക്കണം. ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഇതിനൊരു കമ്മിറ്റി ഉണ്ടാവണം. ആ കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കണം. വൈക്കം മുതൽ ചങ്ങനാശ്ശേരി വരെ ഗണേശേട്ടൻ പറഞ്ഞ പോലെ ഒരു പുഷ്പാർച്ചനയുമായി പോകണം. അത് പറ്റുമെങ്കിലും റീത്തും കൂടെ നമ്മൾ സംഘടിപ്പിച്ചോളുക. അതുമായി പോയി അവിടെ കൊണ്ട് വെച്ച് പുഷ്പം ആചാര്യൻ്റെ കൽപ്പാദത്തിലിട്ട് റീത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തും വെച്ചിട്ട് നമുക്ക് സന്തോഷമായി ഒരു പുതിയൊരു തലമുറയ്ക്ക് ഒരു മുന്നോട്ടുള്ളൊരു പോക്കിന് ഒരാക്കം കൂട്ടണം എന്ന് മാത്രം നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സമുദായത്തിൻ്റെ വസ്തുവകൾ വിറ്റഴിക്കാതെ ഒരു കുടുംബം ഒറ്റയ്ക്ക് തിന്നുന്ന ഒരു കൂട്ടുകൃഷി അതിൽ പാറ്റയാകണ്ട, ഏറ്റവും നല്ല ഇലചുരുട്ടിപ്പുഴുവോ നഞ്ഞിയൊക്കെ നമുക്ക് എല്ലാവർക്കും മാറിക്കൊണ്ട് ആ കൂട്ടുകൃഷി സമ്പ്രദായത്തെ തകർത്തെടുത്ത് നമുക്ക് ഈ സമുദായത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ധൈര്യശാലികളായ നല്ല നായന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പുസ്തകം ഇന്ന് ഈ യാത്രയിൽ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാനിത് വായിച്ചിരിക്കും. ഞാനിത് ഉറപ്പായും ഉടനെ തന്നെ എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ വിളിച്ചറിയിക്കും. ഈ പുസ്തകം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, കരയോഗ അംഗങ്ങളിലേക്ക് എത്തിക്കുക. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി.